യോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം വണ്ടിക്ക് അതാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ ആൾട്ടോ 800 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്സും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് ഫുൾ നമ്മൾ വണ്ടിക്കകത്താണ് വണ്ടിയുടെ പരിപാടികൾ മൊത്തം നമ്മളിന്ന് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഇത്ര മാസമായെങ്കിലും നമ്മൾ ഒരു പരിപാടി വണ്ടിയുടെ ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് നോക്കിയിട്ടില്ല. സാധാരണ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഈസി ക്ലോസ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ഓണർ അത് ക്ലോസ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ പേപ്പറുകളെല്ലാം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ പേര് മാറ്റാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു കാർ ഓടിയിരിക്കുന്നത് 47,327 കിലോമീറ്ററാണ്. അപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത് കിട്ടിയൊരു വണ്ടിയാണ് കേട്ടോ. ഒരു വീടിൻ്റെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ANDR ആണല്ലോ നമ്മുടെ വീട്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ്. അതാണ് നമുക്കറിയാവുന്ന വണ്ടിയാണ്. തട്ടിലോ മുട്ടിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആദ്യം തന്നെ മെയിനായിട്ടും പറയേണ്ട ഒരു കാര്യം ഈ ഒരു സീറ്റാണ് കേട്ടോ. സീറ്റ് ഭയങ്കരമായിട്ടും കൊഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ സീറ്റ് കവർ അടിച്ചതാണ് കേട്ടോ. പഴയ ഓണർ അടിച്ചതാണ്. അപ്പം എന്നിട്ടും ഈ ഒരു സീറ്റ് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സീറ്റ് ശകലം ഈ ഒരു ഹൈറ്റിലും വരണം. കാരണം ഇവിടുന്ന് ഭയങ്കര ഒരു ഭയങ്കരമായിട്ടും കൊഴിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു കംഫോർട്ടില്ല ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ സീറ്റ് കവർ അടിച്ചിട്ട് നമുക്ക് ഇച്ചിരി കുഷനിട്ട് ശക്കലം പൊക്കണം കേട്ടോ. അതാണ് മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് ഒരു യാത്ര സുഖമല്ല കേട്ടോ ഇങ്ങനെ ഈ കുഴിക്കകത്തിരുന്ന് പോകുന്ന രീതി. അപ്പം വേറെ ആൾട്ടോയ്ക്കകത്താണെങ്കിലും ഇങ്ങനെ ഇച്ചിരി ശകലും കൂടെ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു രണ്ടാമത് ഈ ഒരു കവർ ഇട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുഷനൊന്നും ഇട്ടിട്ടില്ലായിരിക്കും. കവർ മാത്രമേ ഇട്ടിട്ട് കാണത്തുള്ളൂ. പിന്നെ കേസ് അടുത്തതായിട്ട് മെയിനായിട്ട് എല്ലാവരും നമ്മുടെ ഒരു 800cc ഒക്കെ ഉള്ള ഇത് 800cc ആണല്ലോ. അപ്പം 800cc ഉള്ള ഈ മാരുതിക്കൊക്കെ ആൾക്കാർ മാരുതിയുടെ വണ്ടിക്കൊക്കെ പറയുന്നൊരു കാര്യമാണ് ഈ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക AC ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പിടുത്തം വരുന്നത്. ആ ഒരു പിടുത്തം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൾട്ടോയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ AC ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്ക് ചെറിയ കയറ്റമൊക്കെ നമ്മൾ സെക്കൻഡിൽ കയറിപ്പോണ്ട കയറ്റമൊക്കെ അല്ലെങ്കിൽ തേർഡിലൊക്കെ കയറിപ്പോണ്ട കയറ്റമൊക്കെ നമ്മൾ സെക്കൻഡിൽ ഇട്ടെടുക്കണം. പിന്നെ സെക്കൻഡിലൊക്കെ കയറിപ്പോണ്ടോ ഫസ്റ്റ് ഇട്ടൊക്കെ എടുക്കേണ്ട അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് ഈ AC ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ചെറിയൊരു പവറിൻ്റെ ഒരു വ്യത്യാസം മൈന്യൂട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ AC ഇടുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ചെറുതായിട്ട് പോയിന്റിൽ നമുക്കൊരു 2-3 കിലോമീറ്ററൊക്കെ മൈലേജ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വിഷയം AC ഇട്ട് കഴിഞ്ഞാൽ അത് മാരുതിയുടെ എല്ലാ വണ്ടിക്കും അങ്ങനെയാണ് കേട്ടോ. മാരുതിയുടെ എന്ന് വെച്ചാൽ ഈ പവർ നമ്മുടെ ഈ എക്സ്പ്രസോയ്ക്കൊക്കെ അങ്ങനെ അതിനൊന്നും ഒരു വിഷയമല്ല. കാരണം അതൊക്കെ പവർ കൂടിയ വണ്ടിയാണ്. അതൊക്കെ AC ഇട്ട് കഴിഞ്ഞാൽ അറിയത്ത് പോലുമില്ല. പക്ഷേ ഇതുപോലത്തെ 800cc ഉള്ള വണ്ടിയൊക്കെ AC ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പിടുത്തമില്ല, ചെറുതായിട്ടുള്ളൊരു പിടുത്തം വണ്ടിക്ക് വരും കേട്ടോ. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു AC-യുടെ ഒരു കാര്യമാണ് മിക്ക എല്ലാവരും ഞാൻ ഇങ്ങനെ പല യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് AC-യുടെ ഈ ഒരു സംഭവം. ഞാനത് ഒരു കംപ്ലൈൻ്റ് അല്ല, അത് വണ്ടിയുടെ അത് ഓൾറെഡി അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയും. ഈ രണ്ട് നെഗറ്റീവ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് പറയാനുള്ളൂ. വേറെ അങ്ങനെ നെഗറ്റീവ് ഒന്നും ഈ വണ്ടിക്കില്ലേ. പിന്നെ ഈ വണ്ടിക്കാണോ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ വേറെ വണ്ടിയിലൊന്നും ഒരു പ്രത്യേകത ഒരു സാധനം ഈ വണ്ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ താഴോട്ടൊന്ന് താത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹുക്കാണ് കേട്ടോ. യുദ്ധയിൽ നമുക്ക് 5 കിലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു, 5 കിലോ വരെ എങ്ങാണ്ട് നമുക്ക് വെയിറ്റ് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഞാനങ്ങനെ വേറെ വണ്ടിയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഞാൻ വേറെ വണ്ടി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ ഡാഷ്ബോർഡിലൊക്കെ തൂക്കിയിടുന്ന സാധനം ഉണ്ടോയെന്ന്. പക്ഷേ ഇത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് എനിക്ക് അങ്ങനെ ഉപകാരമെന്ന് അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ ആണല്ലോ വെക്കാം. ഇവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിഡൻ ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര കിലോ വരെ തൂക്കാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ വണ്ടിയുടെ പുറകിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും എനിക്ക് കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, വണ്ടിയുടെ ഇവിടെ നമുക്കൊരു സാധനം കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു സാധനം ഇതെന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് കയറ്റി വെക്കുന്ന സാധനമാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് ബൈക്കിൽ മറ്റേ നമ്മുടെ ആ ഒരു ട്രേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ട്രേ കയറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പീക്കർ ഇതെനിക്ക് വന്ന കമ്പനി സ്പീക്കറാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ സുസുക്കിയുടെ എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സുസുക്കിയുടെ എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പീക്കർ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പതർച്ചയാണ് കേട്ടോ. പിന്നെ കഴിച്ച് അടുത്ത ഒരു സംശയമാണ് ഇത് ആ സാധനം കേട്ടോ, മൈക്ക്. അത് എനിക്ക് എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഊഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ
കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ അതിൻ്റെ ആ ഒരു എന്തുവാണ് വോക്കൽ കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഈ ഒരു സാധനം വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ കൂടെ ഈ ഒരു സെറ്റ് JVC എന്ന് പറയുന്നൊരു കമ്പനിയുടെ സെറ്റാണ്. അപ്പോൾ നമ്മളിത് വെച്ച് പാട്ടൊക്കെ വെച്ച് നോക്കിയായിരുന്നു, നമ്മൾ പെൻഡ്രൈവ് കുത്തിയേക്കുവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഫോൺ കണക്ട് ചെയ്ത് എന്തായാലും നോക്കണം. ഞാൻ ഇതുവരെ ഈ ഒരു സാധനം ഞാൻ കണക്ട് ചെയ്ത് അങ്ങനെ ഫോൺ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് സ്പീക്കർ വെക്കണം. നമ്മുടെ കയ്യിൽ 4 സ്പീക്കർ മൊത്തം ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് വെക്കണം കേട്ടോ. അപ്പോൾ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബൈക്കിൽ ട്രേ വാങ്ങിക്കണം. ട്രേ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 2000 രൂപയാകും കേട്ടോ ഈ ഒരു ട്രേ ബൈക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് വാങ്ങിച്ചിട്ട് വിത്ത് നമുക്ക് സ്പീക്കർ കയറ്റി നമുക്ക് ബൈക്കിൽ എന്തായാലും സ്പീക്കർ വേണം കേട്ടോ. കാരണം ഫ്രണ്ടിൽ 2 സ്പീക്കർ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു സൗണ്ടാണ്. ഒരു ശബ്ദം വ്യത്യാസം പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി സൗണ്ട് നമ്മളൊരു മാക്സിമം എനിക്ക് തോന്നുന്നു 40 തോന്നുന്നു. അപ്പോൾ 40-ൽ നിന്നൊരു 20 മണ്ടലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പതർച്ചയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും നമുക്കത് ചേഞ്ച് ചെയ്യണം. അത് എനിക്കൊന്ന് 2 സ്പീക്കർ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ചിത്രം ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചുമ്മാ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ എന്തുവാണ് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം നമുക്കെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്കതെല്ലാം ഇനി വീഡിയോസ് വരുന്നുണ്ട്, വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെലും നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പം കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.